പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിന്റെ കരുണയാൽ നിങ്ങൾ പൂരിതരാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ശരിക്കും ആമേൻ പറയുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. കുട്ടികൾ പറയുന്നുണ്ടെന്ന് അച്ഛൻ എനിക്ക് നല്ല ഉറപ്പാണ്. നിങ്ങളെല്ലാവരും ആമേൻ പറഞ്ഞ് സ്വീകരിക്കണം. ഇപ്പോൾ പറഞ്ഞത് കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ കരുണയാൽ പൂരിതരാകട്ടെ എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ വരാൻ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഈശോയിൽ അങ്ങോട്ട് ശരണപ്പെടണം. കർത്താവേ, ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എവിടെയോ വായിച്ച എൻ്റെ ഓർമ്മയിലുണ്ട്. അതിങ്ങനെയാണ്, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടവും ആർദ്രതയും നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കൊച്ചു പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട്. അതിതാണ്, ഈശോയെ ഞാൻ അങ്ങനെ ശരണപ്പെടുത്തും. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണയുടെ ഒരു കുത്തൊഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ വീണ്ടും കാണാൻ സാധിച്ചതിൽ ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹം. സാധാരണ എല്ലാ ശുശ്രൂഷയ്ക്കും നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഉണ്ടോ ഇല്ലെന്നൊക്കെ ഉറപ്പ് വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണൊക്കെ വിളിച്ച് വേഗം എല്ലാവരും വിളിക്കണം. അതെല്ലാം ശുശ്രൂഷകൾ ഒരുക്കമെന്ന് പറയുന്നത്, ഒന്ന് ശനിയാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇതിനു വേണ്ടി ശരിക്കും മധ്യസ്ഥം വഹിക്കണം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ അഭിഷേകാഗ്നിയുടെ സമയമാകുമ്പോൾ തലേദിവസം മുതലും പിന്നെ ഞായറാഴ്ച ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഫോണൊക്കെ വിളിച്ച് ആൾക്കാരെല്ലാം റെഡിയാക്കണം. നാലാമത്തേതാണ് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ എടുത്ത് വെക്കണം. പിന്നെ അതിനെ എഴുതാനുള്ള നോട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ ചില ആൾക്കാർ അഭിഷേകാഗ്നി മുഴുവൻ മുട്ടുകൊത്തി നിന്ന് അഭിഷേകാഗ്നി നിയോഗം വെച്ച് അങ്ങനെ കാണുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങണം. അപ്പോൾ ദൈവത്തിന്റെ വലിയൊരു കൃപ വരും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് വചനത്തിന്റെ വിരുന്ന് സമൃദ്ധിയായിട്ട് കർത്താവ് ഒരുക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് തുടക്കത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ലക്ഷണമെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അനുതാപം കിട്ടും എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ റൂഹ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരാൻ വേണ്ടി ആഗ്രഹിക്കാം. കാര്യങ്ങൾ തുറന്നു പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, വാഗ്ദാന പ്രകാരം അവിടുന്ന് ഇപ്പോൾ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പാപബോധം നൽകണമേ. പശ്ചാത്താപം നൽകണമേ. പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ. 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 യേശുവേ, ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല 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 ഹല. ദൈവത്തിന്റെ റൂഹ
യേശുവിന്റെ രക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. ഓ കർത്താവായ ദൈവമേ, ഓരോ വ്യക്തികൾക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മുഖ്യ വിശുദ്ധരെ, സകല മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, ഞങ്ങളുടെ പേരിന് ഗാനവുമായിരിക്കുന്ന വിശുദ്ധരെ, ഞങ്ങൾ ഈ ഇടവക പള്ളിയുടെ മധ്യസ്ഥനെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് പ്രത്യേക ഭക്തിയുള്ള വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പാപത്തെ ഉപേക്ഷിക്കാൻ, പാപത്തിന്റെ കൂട്ടുകെട്ടുകൾ വിടാൻ, പാപത്തിന്റെ ചങ്ങാത്തങ്ങൾ മാറ്റാൻ, കർത്താവ് അനുദപിച്ച് പൊട്ടിക്കരഞ്ഞ് ഉപസാരിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ പാതിരപ്പിയോ ഞങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണമേ. പാപബോധം നൽകണമേ, അനുതാപ കണ്ണീർ നൽകണമേ, പാപം വെറുത്തുപേക്ഷിക്കുവാൻ ആത്മാവേ എന്നിൽ നിറയണമേ. പാപബോധം നൽകണമേ, അനുതാപ കണ്ണീർ നൽകണമേ, പാപം വെറുത്തുപേക്ഷിക്കുവാൻ ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഭക്തിയായി നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ രക്തം, by the power of the holy blood of Jesus, we have victory over Satan. വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, യേശുവിന്റെ രക്തത്താൽ പിശാചിന്റെ മേൽ വിജയമുണ്ട്. യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളുടെ ശുചീകരിക്കുന്നു. കർത്താവേ, ഓരോരുത്തരും പഞ്ചേന്ദ്രിയങ്ങൾ ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഇന്നവരെ കണ്ണുകൾ കൊണ്ട് കണ്ടുള്ള അശുദ്ധി കർത്താവെ, അതിന്റെ ഓർമ്മകളുടെ സ്വാധീനങ്ങളെല്ലാം ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാതുകൾ കൊണ്ട് കേട്ടിട്ടുള്ള ക്രമയില്ലാത്ത കാര്യങ്ങൾ കർത്താവേ അവിടുന്ന് നമ്മൾ മായിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധരങ്ങൾ കൊണ്ട് കർത്താവേ വന്നുപോയ പാപഘടങ്ങളെല്ലാം അവിടുന്ന് കഴുകണമേ. ദൈവമേ, സ്പർശനത്തിലൂടെ വന്നിരിക്കുന്ന എല്ലാ പാപങ്ങളും അവിടുന്ന് മായിച്ചു കളയണമേ. ശരീരത്തെ മനസ്സിനെ ആത്മാവിനെയും യേശുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ. കർത്താവേ, അസ്ഥികളെ കഴുകണമേ, ഞരമ്പുകളെ കഴുകണമേ, രക്തത്തെ കഴുകണമേ, മാംസകോശങ്ങളെ കഴുകണമേ. രോഗപീഠങ്ങളുള്ള ശരീരത്തിൽ നിന്ന് യേശുവിന്റെ അത്ഭുതകരമായ രക്തത്തിന്റെ ശക്തിയാൽ രോഗപീഠകൾ ഒഴിഞ്ഞു പോകട്ടെ, രോഗാണുക്കൾ നിർവീര്യമായി പോകട്ടെ. ഓ കർത്താവേ, ശരീരത്തിൽ അത്ഭുതകരമായ വിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് ഇപ്പൊ നിറയട്ടെ. മനസ്സിന്റെ മുറിവുകൾ, മനസ്സിന്റെ വേദനകൾ യേശു അടുത്ത പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. ക്ഷമിക്കാൻ പറ്റുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല, മുറുക്കാൻ പറ്റുന്നില്ല, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, വേദനിപ്പിച്ചതിന്റെ ഓർമ്മകള് കർത്താവേ, കർത്താവേ, യേശുവേ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ. മറന്ന് പൊറുക്കാൻ കൃപ കൊടുക്കണമേ, മറന്ന് പൊറുക്കാൻ കൃപ കൊടുക്കണമേ. ഹര 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 യേശുവേ, ആരാധന ആരാധന ആരാധന. കർത്താവേ, ഇവരായിരിക്കുന്ന ഭവനം ഇപ്പോൾ ഇവരെവിടെയാണ്? ആ സ്ഥലം മുഴുവൻ വായു, ജലം, മണ്ണ്, ഭക്ഷണം, പാർപ്പണ, വസ്ത്രം, അത് സമസ്ത മേഖലകളെയും യേശുവിന്റെ പരിശുദ്ധ രക്തത്തോട് കഴുകണമേ. മുദ്രയിട്ട് വേർതിരിക്കണമേ. ഈജിപ്തിൽ പുറപ്പെട്ട ഇസ്രായേൽ ഭവനങ്ങളെ കട്ടിടപ്പണിയുമ്പോൾ കുഞ്ഞാന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടത് പോലെ മുദ്രയിട്ടണമേ. യേശുവേ, യേശുവേ, ആരാധന ആരാധന ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പാപത്തിൽ നിന്ന്
രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളിൽ ഈശോ ഓരോ അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതിന് മുൻപ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിനക്ക് ആഗ്രഹമുണ്ടോ? ബൈബിൾ എത്രയോ പേരോടാണ് ചോദിക്കുന്നത്. വെദർ യു ബിലീവ് ഓർ നോട്ട് എന്ന് ചോദിക്കുന്ന പോലെ നീ വിശ്വസിക്കാൻ ചോദിക്കുന്ന നിനക്ക് ആഗ്രഹമുണ്ടോ? അവരതിന് പല മറുപടികൾ പറയുന്നുണ്ട്. കുളത്തിലിറക്കാൻ ആളില്ല എന്ന് മറുപടി പറഞ്ഞ തർവാതി രോഗിയെ നമുക്ക് പരിചയമുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിലുള്ളു ബൈബിളിൽ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്നുള്ള ഈശോയുടെ ചോദ്യത്തിന് കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ ആ ക്ഷണത്തിൽ കർത്താവ് നമ്മളെ രക്ഷിക്കും. കാരണം ഒരു വ്യക്തിക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകുമ്പോൾ തന്നെ ആ വ്യക്തി പാപത്തിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം അല്ല, മറിച്ച് ആ പാപത്തിലേക്ക് ഒരു ആത്മാവ് പോകുമ്പോൾ എങ്ങനെയെങ്കിലും ദൈവം തടയാനും കൂടെ ദൈവം നോക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇതിന് കാരണം? യാക്കോബസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 5-ാം തിരുവചനം, സെന്റ് ജെയിംസ് ചാപ്റ്റർ 4:5, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മളെ സൃഷ്ടിച്ചയക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ദൈവം ആത്മാവിനെ നിക്ഷേപിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഈ ആത്മാവിൻ്റെ തിരിച്ചുവരവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. അസൂയ എന്ന് പറയുന്നത് നെഗറ്റീവ് ടേമാണ്. ആ നെഗറ്റീവ് ടേം ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അസൂയയോടെ അഭിലഷിക്കുന്നു. വിദേശത്തുള്ള ജീവിത പങ്കാളിയുടെ തിരിച്ചുവരവിന് ഇവിടെ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെന്ന് ആ സ്ഥലത്തുള്ള ജീവിത പങ്കാളി അല്ലെങ്കിൽ മക്കള് മാതാപിതാക്കന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവ് തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവ് ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിലേക്ക് പോകുന്നത് കണ്ടാൽ ദൈവം തന്നെ മുൻകൈ എടുത്ത് അതിനെ തടയാൻ വേണ്ടി നോക്കും. കാരണം ഓരോ പാപവും വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിനെതിരെയാണ്. അത് ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് ദൈവത്തെ തന്നെയുമാണ്. ഒരു പക്ഷേ പാപം ചെയ്യുന്നത് മാതാപിതാക്കന്മാർക്കെതിരെയോ സഹോദരങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ആർക്കൊക്കെ എതിരെങ്കിലുമൊക്കെ ആകാം. പക്ഷേ അത് ചെന്ന് കൊള്ളുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. അത് ദൈവത്തെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 5-6 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 6:5-6, മനുഷ്യൻ്റെ സൃഷ്ടി കഴിഞ്ഞിട്ട് ഉടനെ ഉണ്ടായ സംഭവമാണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ചിന്തയിലും ഭാവനയിലും ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അതും ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് വേദനിപ്പിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾ പോയി ആരോടെങ്കിലും അടിപിടി ഉണ്ടാക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്ന് കരുതുക. അത് അവർ തമ്മിൽ, മക്കൾ തമ്മിലാണ്, അല്ലെങ്കിൽ മക്കൾ വേറൊരാളും തമ്മിലാണ്. പക്ഷേ അത് വേദനിപ്പിക്കുന്ന ആരെയാ? മാതാപിതാക്കളെയാണ് വേദനിപ്പിക്കുന്നത്. കാര്യം മാതാപിതാക്കളെ അടിച്ചിട്ടില്ല, മാതാപിതാക്കളെ തൊട്ടിട്ടില്ല, മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്തിട്ടില്ല, അടിപിടി ഉണ്ടാക്കിയത് പുറത്താണ്. പക്ഷേ വേദനിക്കുന്നത് മാതാപിതാക്കളുടെ ഹൃദയം കൂടിയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാമത്തെ അധ്യായത്തിൽ 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കറിയാം. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നിങ്ങൾക്കറിയാവുന്നത് പോലെ സാവൂൾ യേശുവിനെ പീഡിപ്പിച്ചോ? ഇല്ല. സഭയെ പീഡിപ്പിച്ചപ്പോൾ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ യേശുവിനെ തന്നെയാണ് പീഡിപ്പിച്ചത്.
ഹല്ലേലൂയാ. Hallelujah. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തെ വചനം വെളിപ്പെടുത്തുന്നത്, നീ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ ദൈവപുത്രനെ വീണ്ടും വീണ്ടും കുരിശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദാവീദ് 51-ാമത്തെ സങ്കീർത്തനത്തിൽ 4-ാം തിരുവചനത്തിൽ ദാവീദ് തന്റെ പാപത്തെ ഓർത്ത് വേദനിച്ച് കരയുമ്പോൾ, കാരണവത് ബത്ശബയുണ്ട്, ബത്ശബയുടെ ഭർത്താവുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ദാവീദ് എന്താ പ്രാർത്ഥിക്കുന്നത് അറിയാവോ? നമുക്ക് വചനം ഒരുമിച്ച് വായിക്കാം. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. ഹല്ലേലൂയാ. Hallelujah. അങ്ങയുടെ മുൻപിലാണ് ഞാൻ തിന്മ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റതാണ്. Praise the Lord. Praise the Lord. അവൾ പാപം അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ദൈവത്തെയാണ്. ഹല്ലേലൂയാ. Hallelujah. പലപ്പോഴും നമുക്ക് പശ്ചാത്താപം വരുന്നത് പോലും എങ്ങനെയാ? അവരെ വേദനിപ്പിച്ചല്ലോ എന്ന് ഓർത്താണ് പശ്ചാത്താപം പലപ്പോഴും. ദൈവം അവരുടെ മനസ്സിന് മുറിവേറ്റല്ലോ, അവർക്ക് വിഷമമായല്ലോ, ഓക്കെ, അതിനകത്ത് തെറ്റൊന്നുമില്ല, അങ്ങനെയും പശ്ചാത്താപിക്കാൻ നല്ലതാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ദൈവത്തെ വേദനിപ്പിച്ചല്ലോ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിന് 9-ാം തിരുവചനം നമ്മുടെ പൂർവ്വ യോസേപ്പാണ്. പൂർവ്വ യോസേപ്പിനെ പൊത്തിഫാറിന്റെ ഭാര്യ പാപം ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രലോഭിപ്പിക്കുമ്പോൾ ഈ പൂർവ്വ ജോസഫ് പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു വാക്യമാണ് ഇങ്ങനെയാണ്: ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? ഹല്ലേലൂയാ. Hallelujah. അവിടെ ശാരീരികമായ സുഖത്തിൽ ഏർപ്പെട്ട് പാപം ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട അത് ദൈവത്തിന്റെ ഹൃദയത്തെയാണ് വേദനിപ്പിക്കുന്നത്. പുതിയ നിയമത്തിലും ഈ വചനങ്ങൾ വളരെ കൃത്യമാണ്. 1 കൊരിന്ത്യർ 8:12, 1 കൊരിന്ത്യർ chapter 8 verse 12. ഇപ്രകാരം സഹോദരക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു. ഹല്ലേലൂയാ. Hallelujah. അപ്പൊ സഹോദരങ്ങളെ കോപിച്ച് സംസാരിക്കുമ്പോ, അവരെ വേദനിപ്പിക്കുമ്പോ, അല്ലെങ്കിൽ അവരുടെ മനസാക്ഷിയെ മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ വചനം വെളിപ്പെടുത്തുകയാണ്, യേശു ക്രിസ്തുവിനെതിരെയാണ് എല്ലാ പാപങ്ങളും. ഒരുമിച്ച് പറയാം ഹല്ലേലൂയാ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ പാപത്തിൽ നിന്ന് തടയാൻ അതുപോലെ ദൈവം പരിശ്രമിക്കും. തീയുടെ അടുത്തേക്ക് ഒരു കുട്ടി നടന്നു പോകുന്നത് കാണുമ്പോൾ മനസാക്ഷിയുള്ള ആരും, നമ്മുടെ സ്വന്തം കൊച്ചാരികൾ നിർബന്ധമില്ല, ആരും പോയി തടയും എന്ന് പറയുന്നത് പോലെ ബൈബിളിൽ അങ്ങനെയുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിന് 6-ാം തിരുവചനം, അവിടെ കാണുന്ന കഥാപാത്രം എന്ന് പറഞ്ഞ അബീമേലെക്ക് രാജാവ് അബ്രാഹത്തിന്റെ ഭാര്യ സാറായി. അബ്രാഹത്തിന് ഒരു വകയിൽ ഒരു രീതി നോക്കിയാൽ അബ്രാഹത്തിന്റെ സഹോദരി തന്നെയാണ്. എന്നാൽ അത് അബ്രാഹത്തിന്റെ ഭാര്യയാണെന്ന് തിരിച്ചറിവില്ലാതെ പാപം ചെയ്യാൻ തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ നിർമ്മല മനസാക്ഷിയോടെ നീ അറിയാതെയാണ് അങ്ങനത്തെ ഒരു പാപത്തിന് പോയെന്ന് എനിക്കറിയാം. ദൈവം പറയാണ്, നീ അബ്രാഹത്തിന്റെ ഭാര്യയാണ് സാറായി എന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നീ അങ്ങനെ ചെയ്യുകയല്ലായിരുന്നോ? എന്നിട്ട് ദൈവം പറയാണ് ഉൽപ്പത്തി 20:6, എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. അപ്പൊ നോക്കിയേ, ഒരു പാപം സ്വന്തമാക്കാനിരിക്കുന്നവനെ ദൈവം മുൻകൂട്ടി തടയുകയാണ്. ഹല്ലേലൂയാ. Hallelujah. അതാണ് ദൈവത്തെ. അപ്പോ ഒരു മനുഷ്യൻ പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുന്നറിയിപ്പുകളും തടസ്സപ്പെടുത്തലുകളും കൂടെ അതൊക്കെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ടാണ് ഒരു വ്യക്തി പാപത്തിലേക്ക് പോകുന്നത്. ഉൽപ്പത്തി 19:16 ലോത്ത്, സോദോം ഗൊമോറ സംഭവങ്ങളെല്ലാം നമുക്കറിയാം. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവൻ അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി വിട്ടു. ഹല്ലേലൂയാ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അവിടെ ആ പാപത്തെ നശിക്കാതിരിക്കാൻ ദൈവം ഇങ്ങനെ തടയും, ഇടപെടും. പ്രഭാഷകൻ 15:20 വചനം വെളിപ്പെടുത്തുകയാണ്, പാപം ചെയ്യാൻ അവിടെ നിന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ മനുഷ്യന് സ്വാതന്ത്ര്യം തന്നു എന്ന് പറയുമ്പോൾ പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ല, ദൈവഗതത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതാണ് സ്വാതന്ത്ര്യം. അപ്പോ പാപം ദൈവത്തെ വേദനിപ്പിക്കുന്നുള്ളത് കൊണ്ട്, ഈ ആത്മാവ് ദൈവസ്ഥലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട്
ദൈവം ഇതേപോലെ പാപത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ നമ്മളെ കൃപ നൽകി സഹായിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് സഹായനാക്കി തന്നിരിക്കുന്നത് കൊണ്ട്, ഒരു ദൈവ പൈതൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് എന്ന് ദൈവസന്നിധിയിൽ സിൻസിയറായിട്ട് എൻ്റെ കർത്താവേ എന്ന് നിലവിളിച്ച് പറഞ്ഞാൽ അപ്പോ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. കാരണം എൻ്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുമ്പോൾ ഒരു ദൈവപദൽ ചങ്കപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കളില്ലാത്ത കുടുംബങ്ങൾ ദൈവം മക്കൾ നൽകുന്നു. വർഷങ്ങളായിട്ട് ജോലി തടസ്സം മാറുന്നു. വർഷങ്ങളായിട്ടുണ്ടാകുന്ന മാരകമായ പീഡകൾ വിട്ടുപോകുന്നു. അങ്ങനെയെങ്കിൽ ഒരു ദൈവപദൽ എൻ്റെ പാപം ഒന്ന് മാറ്റണം എൻ്റെ കർത്താവ് എന്ന് കരഞ്ഞ് നിറവിളിച്ചാൽ ദൈവം ഈട്ടിമിന്നൽ പോലെ ഇടപെടിയല്ലേ? ഒരു സാക്ഷ്യം കേട്ട് നോക്ക്, നിങ്ങൾക്കത് ബോധ്യമാവും. 20 വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ പൊടിവലി വട്ടായിലച്ചൻ 3 വർഷത്തിന് മുമ്പ് തങ്കിയിൽ ഒന്ന് ധ്യാനം നടത്തിയപ്പോൾ അന്ന് മുതൽ എനിക്ക് ആ പൊടിവലി ഒട്ടും ആ കുപ്പിയെപ്പോലും തൊടാനും ഒത്തിട്ടില്ല. ഈ സഹോദരൻ കഴിഞ്ഞ തങ്കി കൺവെൻഷൻ 3 വർഷം മുമ്പ് ഇവിടെ ഒരു തങ്കി കൺവെൻഷൻ ഉണ്ടായിരുന്നു, അഭിഷേകാഗ്നി കൺവെൻഷൻ. അത് 2014 അല്ലേ? ആ കൺവെൻഷന് കൂടിയ സമയത്ത് ഈ ചേട്ടനും വന്ന് കൂടി. ഈ ചേട്ടന് പൊടിവലി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു അടിമത്തം ഉണ്ടായിരുന്നു. പൊടിവലി എത്ര നാളായിട്ട് പൊടി വലിക്കണ? അത് 20 വർഷമായിട്ടുണ്ട്. അത് ദിവസം 10 രൂപയ്ക്ക് മേടിക്കും, എൻ്റെ കൂട്ടുകാരൻ വലിക്കും, ഞാനും വലിക്കും. അതായത് 20 വർഷമായിട്ട് ഇങ്ങനെ മേടിച്ച് 10 ഉറുപ്പിക്ക് പൊടിയും മേടിച്ചങ്ങോട്ട് വലിക്കും. അത് കുറേ കൂട്ടുകാർക്ക് കൊടുക്കും, എല്ലാവരും കൂടി അത് തീർക്കും. 2 കൂട്ടുകാരനെ ഞാൻ സ്ഥിരമായിട്ട് പൊടിവലി പഠിപ്പിച്ച്. അപ്പോൾ മത്തായി 18:6 പെട്ടു. മത്തായി 18:6. ഇവരിൽ ആർക്കെങ്കിലും ദുർമാതൃക നൽകുന്നെങ്കിൽ. അപ്പോൾ ഒരു കൂട്ടുകാരൻ 5 വർഷം കഴിഞ്ഞപ്പോൾ, സ്ഥിരമായി വലിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ തലവേദനയായി. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കുരിച്ച് നിർത്തിയപ്പോൾ തലേന്ന് കുളത്തിലെ ചെള്ള പോകും പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. ദൈവമേ, കുളത്തിലെ ചേറ് പോണ മാതിരി തലേന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തല ഓപ്പൺ ചെയ്തപ്പോഴോ? അല്ല, സ്കാൻ ചെയ്തപ്പോഴത്തേനും കുളത്തിലെ ചേറ് കടവഴി പൊടി വലിച്ച പൊടിയെല്ലാം കൂടെ കൂടിയിട്ടേ ഇങ്ങനെ കിടക്കുക. ചേറ് ചെള്ള. അപ്പോൾ അവൻ വന്ന് എന്നോട് പറഞ്ഞ് ഇനി മേലെ പൊടി വലിക്കരുതും, അതുകൊണ്ട് പൊടിവലി നിർത്തിയേക്കണം, എനിക്ക് എൻ്റെ അനുഭവം ഇതാണ് എന്ന് പറഞ്ഞു. എൻ്റെ തലയ്ക്കുള്ളിൽ മുഴുവൻ ചെള്ള പിടിച്ച് കിടക്കുകയാണ്, താനും നിർത്തുക നല്ലത് എന്ന് ആ കൂട്ടുകാരൻ തലവേദന എടുത്ത് തല പൊള്ളിക്കാൻ അറിയായപ്പോൾ വന്ന് വിവരം പറഞ്ഞു. ആ ചേട്ടൻ നിർത്തി. എന്നിട്ട് ഞാനത് കൂട്ടാക്കാതെ കണ്ട് പിന്നെ വലിച്ച് പക്ഷേ ഇദ്ദേഹം പറഞ്ഞു തല പൊളിഞ്ഞാൽ പൊളിയട്ടെ, എനിക്ക് പൊടി വലിക്കണമെന്ന് പറഞ്ഞു. അത് ഒരു പ്രത്യേകമായ ഒരു അടിമത്തായി പോയി. മദ്യപിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു തഴക്കദോഷമാണ് പൊടിവലി. ഇപ്പോൾ മത്സ്യത്തൊഴിലാളിയായിരുന്നു, വള്ളത്തെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ദിവസം തോന്നി ഈ പൊടിക്കുപ്പി കടലിൽ എറിഞ്ഞിട്ട് പോകണം, ഇനി മേലെ പൊടി വലിക്കണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ ആ പൊടി എന്നിട്ട് കടലിൽ എറിഞ്ഞ് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കടയുടെ വാതിക്കൽ കൂടിയാണ് ഞാൻ പോകണം. അപ്പോൾ ആ കടക്കാരനോട് പറഞ്ഞു എനിക്കൊരു പൊടി കുപ്പിയും അതിനകത്ത് കൊള്ളാവുന്ന പൊടിയും തന്നേക്കാൻ പറഞ്ഞു. കടലിൽ എറിഞ്ഞിട്ട്, അതായത് ഒരിക്കൽ തോന്നി, സ്വന്തം ഇഷ്ടം കൊണ്ട് തോന്നി. എന്താ തോന്നി അറിയോ? ഇത് വേണ്ടെന്ന് പറഞ്ഞ് കടലിൽ എറിഞ്ഞു പോന്നു. എന്നിട്ട് ഈ കടയുടെ അവിടെ എത്തിയപ്പോഴത്തേനും ആകെ പരവളി പരിഭ്രാന്തി. അത് കടക്കാരനോട് പറഞ്ഞു ഇന്ന് പൊടി മാത്രം പോരാ, കുപ്പി അടക്കം വേണമെന്ന് പറഞ്ഞ് ഒരു കുപ്പിയോടുകൂടി പൊടി വാങ്ങി. മറ്റേ കുപ്പി കടലിലെറിഞ്ഞേ. അപ്പോൾ ആ കുപ്പിയോടുകൂടി പൊടി മേടിച്ചു. അപ്പോൾ ഇതിന് ശേഷം അമ്മ പല പ്രാവശ്യം വഴക്ക് പറയാറുണ്ടായിരുന്നു, എൻ്റെ ഭാര്യ വഴക്ക് പറയാറുണ്ടായിരുന്നു. അവർ പൊടിയും കുപ്പിയൊക്കെ മാറ്റി വെക്കാറുണ്ടായിരുന്നു. എന്നാലും ഈ കുപ്പി എൻ്റെ കയ്യിലില്ലാതെ എനിക്ക് ഉറങ്ങാനൊക്കെയില്ല. ഇവർ മാറ്റി വെച്ചെങ്കിലും തന്നെ പെട്ടെന്ന് ഞാൻ ചന്തയിൽ പോയി കുപ്പിയും പൊടിയും മേടിച്ചിട്ട് വരും. കാരണം ഈ കുപ്പിയിലേക്ക് ഉറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥിതിയായി. ദൈവമായ അതിനുശേഷമാണ് ഓരോരുത്തരൊക്കെ ഓരോ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. വട്ടായിലച്ചൻ്റെ ധ്യാനം അങ്ങനെ ഇരിക്കും. അത്രയും കഠിന പീഡ ഇരിക്കുമ്പോഴാണ് തങ്കി അഭിഷേകാഗ്നി. അപ്പം ഞാൻ ഇവിടുത്തെ കുർബാന ആരാധനയുടെ സമയത്ത് കർത്താവിനോട് പറഞ്ഞ് എൻ്റെ പൊടിവലി നിർത്തി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പക്ഷേ ആ സമയം മുതൽ ഞാൻ പൊടിക്കുപ്പിയെ തൊട്ടിട്ടില്ല. ആ സെക്കൻഡ് മുതൽ എന്നേക്കുമായി പൊടിക്കുപ്പിയുടെ വിട പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്ക സഹോദരങ്ങളെ, ആരാധന ആ മനുഷ്യന് എത്ര കണഞ്ഞ് പരിശ്രമിച്ചു കടലിൽ കൊണ്ട് എറിയുന്ന ഒരു രക്ഷയില്ല. അവസാനം
ആ ആരാധനയ്ക്ക് നടുവിൽ കരഞ്ഞു നിറവിളിച്ച് യേശുവേ ഒന്ന് സഹായിക്കണം, ഒറ്റ നിലവിളി, ഒറ്റ പ്രാർത്ഥന, അതുപോലെ ദൈവം ഇടപെട്ടില്ലേ? അതാണ് വൈദികരിലൂടെയും ശുശ്രൂഷകൾ നടക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്, ഡെലിവറൻസ് നടക്കുകയാണ്. അതിന് 119 സങ്കീർത്തനം 26 തിരുവചനം, ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭൗതിക തലത്തിന്റെ അവസ്ഥകൾ മാത്രമല്ല, ഒരു വ്യക്തിയുടെ പാപ ജീവിതത്തിന്റെ അവസ്ഥ. എൻ്റെ കർത്താവ്, എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്കൊന്ന് രക്ഷപ്പെടണമെന്ന് ചങ്ക് പൊട്ടി നിലവിളിച്ചാൽ ദൈവം ഇടപെടും. ഇപ്പോൾ ഈ രാത്രി, ഈ നിമിഷം. Praise the Lord. Praise the Lord. പുതിയ നിയമത്തെ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്നുള്ള ചോദ്യം പോലെ തന്നെയാണ് പാപം ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ടോ? ആരെയും കേൾപ്പിക്കണ്ട, ഹൃദയത്തിൽ എൻ്റെ കർത്താവേ, ദൈവം ഇടപെടും, ദൈവം ഇടപെടും, ദൈവം ഇടപെടും. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ആയിരിക്കാം. കാരണം വചനം വെളിപ്പെടുത്തുന്നു, നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് യേശു വന്നത്. നമ്മളെ പാപത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ മരിച്ച് പാപങ്ങൾ ഏറ്റെടുത്ത് ഉദ്ധാനം ചെയ്ത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചങ്ക് പൊട്ടി നിലവിളിച്ച് കരയുന്ന ഓരോ ദൈവ പൈതലിനെയും യേശു രക്ഷിക്കും. യേശുവിനെ മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, ചില തഴക്ക ദോഷങ്ങൾ, ചില പാപ സ്വഭാവങ്ങൾ, വിട്ടുമാറാത്ത ചില പ്രവണതകൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, യേശുവിനെ വിളിക്കുക. യേശു സുഖപ്പെടുത്തും. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഓരോരുത്തർ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കട്ടെ. ഈശോ ഇടപെടും, ഈശോ രക്ഷിക്കും. നിന്നെ മറന്നു ഞാൻ വീണ്ടും വീണ്ടും ചെയ്ത ദുഷ്പ്രവർത്തിതൻ പ്രേരണ നീക്കി നീ ശുദ്ധനാക്കേണമേ. നിന്നെ മറന്നു ഞാൻ വീണ്ടും വീണ്ടും ചെയ്ത ദുഷ്പ്രവർത്തിതൻ പ്രേരണ നീക്കി നീ ശുദ്ധനാക്കി. യേശുവിനെ നോക്കി ഉറക്ക വിളിക്കേണ്ട രക്ഷകൻ യേശുവേ, യേശുവേ, എന്നിൽ വന്നിടണേ. ചങ്കുപൊട്ടി വിളിക്കേണ്ട യേശുവേ, യേശുവേ, മനസ്സിലെ പാപങ്ങൾ തിന്മകൾ നീയകറ്റിയിട